UP സെക്ഷൻ ഹിന്ദി റെസിറ്റേഷനിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ നിതാരയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് നിതാര. ഹിന്ദി ഇഷ്ടമാണോ? എന്താ ഹിന്ദിയോടൊരു ഇഷ്ടം തോന്നാൻ കാരണം? വീട്ടിൽ ആരാ ഹിന്ദി ബേസിൽ ആരെങ്കിലും ഉണ്ടോ? അച്ഛൻ ഗൾഫിലാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഗൾഫിൽ ഹിന്ദിയാണോ? അല്ലല്ല, പക്ഷെ പുറത്ത്. അപ്പോൾ ഹിന്ദിയൊക്കെ അച്ഛൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഹിന്ദിയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അച്ഛൻ പറഞ്ഞു തരുമൊക്കെ ചെയ്യും അല്ലേ? അങ്ങനെയാണ് ഹിന്ദി റെസിറ്റേഷനിലേക്ക് നമ്മൾ എത്തിയത്. 5th ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ മത്സരത്തിൽ? ഏത് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ? 4th. 4th സ്റ്റാർട്ട് ചെയ്തു, 5th കഴിഞ്ഞ് ഇപ്പോൾ 6th നമുക്ക് UP സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ലെവലില്ല. സ്റ്റേറ്റിന് പകരം റവന്യൂ ആണ്. റവന്യൂവിൽ അവസാനിക്കും. അവിടെ ഫസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ദ ബെസ്റ്റ് ഹിന്ദി റെസിറ്റേഷൻ ആയിരുന്നു നിതാര പ്രസന്റ് ചെയ്തത്. അപ്പോൾ ആ ബെസ്റ്റ് ഹിന്ദി റെസിറ്റേഷൻ ഞങ്ങൾക്ക് വേണ്ടി കുറച്ചൊന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? मैं स्त्री हूँ, मैं नारी हूँ, मैं स्त्री हूँ, मैं स्त्री हूँ, मैं नारी हूँ, मैं कली हूँ, मैं फुलवारी हूँ, मैं दर्शन हूँ, मैं दर्पण हूँ, मैं नाद हूँ, मैं ही गर्जन हूँ, मैं बेटी हूँ, मैं माता हूँ, मैं बलिदानों की गाता हूँ, मैं श्रीमद् भगवद गीता हूँ, मैं द्रौपदी हूँ, मैं सीता हूँ, मैं द्रौपदी हूँ, मैं सीता हूँ, पुरुषों की इस दुनिया ने मुझे कैसी नियति दिखलाई, कभी जुए में हार गए, कभी अपनी परीक्षा दिलवाए, कलयुग हो या सतयुग हो इल्जाम मुझी पर आता है, क्यों घनी अंधेरी सड़कों पर चलने से मन घबराता है, मैं डरती हूँ, मैं मरती हूँ, जब सफ़र अकेले करती हूँ, डर का साम्राज्य बढ़ता है, कोई साया पीछा करता है. നല്ല അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. എന്താ അതിൻ്റെ അർത്ഥം എന്നൊക്കെ അറിയോ? സ്ത്രീകളെ പറ്റിയാണ് പറയണത് അല്ലേ? ഇതിങ്ങനെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് പറഞ്ഞു തരുന്ന അച്ഛൻ തന്നെയാണോ? റെസിറ്റേഷൻ എങ്ങനെ ആവണം ടീച്ചർമാരും അച്ഛനും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മളിതാ ഇവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ദ ബെസ്റ്റ് ഹിന്ദി റെസിറ്റേഷൻ പ്രസന്റ് ചെയ്തത്. എന്തായാലും കൺഗ്രാജുലേഷൻസ്. റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. ആരുടെ കൂടെ വന്നത്? സ്കൂളിൽ അച്ഛനും അമ്മയും. അമ്മ സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ചേച്ചിക്ക് മത്സരമുണ്ട്. ചേച്ചി ഏത് മത്സരത്തിലാ? ഹിന്ദി റെസിറ്റേഷൻ. ചേച്ചിയുണ്ട്. ചേച്ചി ഹൈസ്കൂളിൽ നിന്നാ? ഹയർ സെക്കൻഡറി. ചേച്ചിയുടെ മത്സരം കഴിഞ്ഞോ? കഴിഞ്ഞു. ചേച്ചിയുടെ മത്സരം കഴിഞ്ഞു, അനിയത്തിയുടെ മത്സരം കഴിഞ്ഞു. ഇനി വീട്ടിൽ പോവാണ്. സന്തോഷമായിട്ട് വീട്ടിൽ പോവാണ് അല്ലേ? ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയതിൻ്റെ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മുടെ പോക്ക്. ഇനി വേറെ വല്ല മത്സരങ്ങൾ കാണാനൊക്കെ നിൽക്കുന്നുണ്ടോ? ഈ റെസിറ്റേഷൻ അല്ലാതെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ വേറെ വല്ല മത്സരങ്ങളിലൊക്കെ? റെസിറ്റേഷൻ മാത്രം മതി അല്ലേ? വേറെ അങ്ങനെ കാണാനും കേൾക്കാനും ഇഷ്ടം കലോത്സവത്തിന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. എന്തായാലും നിതാര പഠിക്കുന്നത് ഹോളി ഫാമിലി സ്കൂളിലാണ്, 6th സ്റ്റാൻഡേർഡിലാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഹിന്ദി റെസിറ്റേഷൻ്റെ ആ ഒരു ബെസ്റ്റ് റെസിറ്റേഷൻ പ്രസന്റ് ചെയ്തതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി നിൽക്കുന്ന ആളാണ്. കൺഗ്രാജുലേഷൻ. താങ്ക് യു. ചേച്ചി ഹിന്ദി റെസിറ്റേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലേ? പിന്നെ വേറെ ഏതെങ്കിലും മത്സരങ്ങൾ ചേച്ചി പങ്കെടുക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് സ്പീച്ച്. എന്നിട്ട് ചേച്ചിയുടെ റിസൾട്ട് ഒക്കെ വന്നോ? എങ്ങനെയുണ്ട്? ഫസ്റ്റ്. ഏതിലാ? ഇംഗ്ലീഷ് സ്പീച്ച്. ഇംഗ്ലീഷ് സ്പീച്ചിൽ ഫസ്റ്റ് ആണ് ചേച്ചി. ചേച്ചി ഇവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ നമുക്ക് ചേച്ചീനെ കൂടെ പരിചയപ്പെട്ടാലോ? ചേച്ചിയുടെ പേരെന്താ? ഉത്തര. ഉത്തര ഇംഗ്ലീഷ് പ്രസംഗത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഹോളി ഫാമിലിയിൽ തന്നെയാണ് പഠിക്കുന്നത്, ഹയർ സെക്കൻഡറി വിഭാഗം. അപ്പോൾ ചേച്ചി അനിയത്തി ഒരു ഫസ്റ്റ് പ്രൈസും കൊണ്ടാണ് പോകുന്നത് വീട്ടിലേക്ക്. അപ്പോൾ രണ്ടാളും നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ? ചേച്ചി മുൻപ് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ? ഞാൻ ഈ കൊല്ലം തന്നെ ഹിന്ദി റെസിറ്റേഷന് പങ്കെടുത്തിരുന്നു. അതിനും എ ഗ്രേഡ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലങ്ങളിലും പ്രസംഗത്തിലും ഹിന്ദി റെസിറ്റേഷനും ഇതിനൊക്കെ. അപ്പോൾ നമുക്ക് അനിയത്തി ഹിന്ദി റെസിറ്റേഷൻ ആണ് പ്രസന്റ് ചെയ്തത്. ചേച്ചിയുടെ പ്രസംഗത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടില്ലല്ലോ? Greetings to everyone present here. Today it's a pretty hot and humid day, right? But I'm really sorry to say I'm going to increase the heat a little bit more because the heat of this topic never seems to calm down. Yes, I am talking about the role of the Indian Constitution in molding the Indian society. Our Indian Constitution, oh my God, such a wonderful document it is, on which all the principle of our country rests upon. Actually, in the preamble of the Constitution, we can see 5 words: that India is a sovereign, socialist, secular, democratic republic. What more words do we need to describe our country, India? Our Indian Constitution is one that has been redefined and refined by the people of India.
that makes our constitution so special, and that's what makes us so proud to talk about it. Thank you. ഇത് നമ്മൾ ടോപ്പിക് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്ത് വരുമോ അതോ അവിടെ നിമിഷ പ്രസംഗം ആണല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ടോപ്പിക് കിട്ടുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്ത്. അതെ, ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ അതിന് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ഒരു 5 മിനിറ്റിനുള്ളിൽ അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ ടോപ്പിക് കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും, ഇത് എന്തായിരിക്കും, നമുക്ക് പറ്റുന്നതാണോ എന്നുള്ള ആങ്ഷ്യസ്നെസ് ഉണ്ടാവും, നമുക്ക് എന്താണെന്ന് അറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഒക്കെയാണ്. പിന്നെ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നല്ല കോൺഫിഡൻസിലാണ്. പ്രസന്റേഷൻ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കോൺഫിഡന്റ് ആണ് എന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് മത്സരങ്ങളിൽ ഇപ്പൊ പ്രസംഗ മത്സരം മാത്രമല്ല, ഹിന്ദി റെസിറ്റേഷൻ മാത്രമല്ല, ഇനി ഒരുപാട് മത്സരങ്ങളിൽ തിളങ്ങാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ചേച്ചിക്കും അനിയത്തിക്കും. താങ്ക് യു സോ മച്ച്.